വളാഞ്ചേരി ജനകീയ ജാഗ്രതാ സമിതി ആദ്യഘട്ട പ്രവർത്തനം ആരംഭിച്ചു. തുടക്കത്തിൽ വിവിധ ഭാഷകളിൽ എഴുതിയ ബോർഡുകളാണ് ടൗണിലും പരിസരങ്ങളിലുമായി സ്ഥാപിച്ചത്. വളാഞ്ചേരി ടൗണിൽ ആദ്യ ബോർഡ് വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് മുഹമ്മദ് അലി, ടീം വളാഞ്ചേരി ചെയർമാൻ ഇക്ബാൽ മാഷ്, കൺവീനർ കുഞ്ഞിപ്പ നന്മ, ജനകീയ ജാഗ്രതാ സമിതി ചെയർമാൻ സൈഫുദ്ദീൻ പാടത്ത്, സമിതി അംഗങ്ങളായ അറഫാത്ത്, മെഹബൂബ്, അനിൽ എന്നിവരും പങ്കാളികളായി. തുടർന്ന് ബോർഡുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ തിരച്ചിലിലും വളാഞ്ചേരി ടൗണിൽ ആളൊഴിഞ്ഞ ഭാഗത്താണ് നിരവധി സിറിഞ്ചുകളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും കണ്ടെത്തിയത്. വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഓഫീസിന് മുൻവശത്തും വളാഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ പിൻവശത്തുമായി ആളൊഴിഞ്ഞ കോണിൽ ഭീകരപ്പെടുത്തുന്ന വിധം വിദ്യാർത്ഥികളടക്കമുള്ള സംഘങ്ങൾ വിഹരിക്കുന്നതായി പ്രദേശത്തെ കച്ചവടക്കാർ പറയുന്നു. മുഴുവൻ സമയവും പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്താൻ പോലീസിനെ സമീപിക്കുമെന്ന് ജാഗ്രതാ സമിതി അംഗങ്ങൾ പറഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ നോട്ടീസ് വിതരണവും തുടർന്ന് പ്രാദേശിക ജനകീയ കൂട്ടായ്മകളുടെ രൂപീകരിക്കലും നടക്കും. ന്യൂസ് ഡെസ്ക് 3 Max Live.